രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ ഇനി 2-3 മാസമേ ബാക്കിയുള്ളൂ. കേന്ദ്ര ബജറ്റും സംസ്ഥാന ബഡ്ജറ്റും വന്ന സ്ഥിതിക്ക് ഇനി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരാൻ അധികം സമയം വേണ്ട. ഒരുപക്ഷെ അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോ വിജ്ഞാപനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ കേരളത്തിൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കൂടി തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബംഗാളിലും ആസാമിലും ഒക്കെ ഇത് ഘട്ടം ഘട്ടമായിട്ട് നടത്താൻ പറ്റും. 3 ഘട്ടം 4 ഘട്ടമെങ്കിലും ഉണ്ടായേക്കാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അല്പം നീണ്ടുപോയേക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ 1 മാസം വരെയൊക്കെ നീണ്ടുപോകും. അപ്പോൾ ഏപ്രിൽ ആദ്യത്തിൽ ആരംഭിച്ച് ഏപ്രിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഷെഡ്യൂൾ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഈ കളി കഴിയാൻ അധികം സമയമില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് പുള്ളി ഒരു നല്ല കാര്യം ചെയ്യും. നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കും. പിണറായി വിജയൻ ചെയ്താലും അംഗീകരിക്കും. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. അതെന്താ വെച്ചാൽ ഈ മഞ്ഞക്കുറ്റി വിപ്ലവം എന്ന് പറഞ്ഞ പരിപാടി അവസാനിപ്പിക്കും. റെയിൽ ഈ നാട്ടിൽ നടക്കുകയില്ല എന്ന യാഥാർത്ഥ്യം പുള്ളി അംഗീകരിച്ചു. ഇത് പ്രഖ്യാപിച്ച സമയം തൊട്ട് പല വിധത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തതിൽ ചെറുതല്ലാത്തൊരു പങ്ക് റെയിൽ എന്ന ആശയത്തിനും ഉണ്ടായിട്ടുണ്ട്. അതിവേഗ തീവണ്ടിപ്പാത, അതിലൂടെ ഇങ്ങനെ ചൂളം വിളിച്ച് പാഞ്ഞു പോകുന്ന തീവണ്ടി. കാലത്ത് കാസർഗോഡ് കയറിയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തിരുവനന്തപുരത്ത് എത്താം എന്ന വലിയ വിപ്ലവകരമായ ഒരു ഗതാഗത സ്വപ്നം അതാണ് മുന്നോട്ട് വെച്ചത്. ഈ ഫ്രാൻസിലൊക്കെ ഉള്ള തീവണ്ടി പോലെ, അല്ലെങ്കിൽ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ പോലെ, ഹോഷു, ക്യോൻഷു, ഷിക്കാഗോ, ഹൊക്കൈഡോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദ്വീപുകളുണ്ട് ജപ്പാനിൽ. അവിടെ ഈ അതിവേഗ തീവണ്ടികൾ പോകുന്ന കരയിൽ കൂടിയല്ല, കടലിൻ്റെ അടിയിൽ കൂടിയാണ്. ഇവിടെ അങ്ങനത്തെ ഒരു പണി നമ്മുടെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചാൽ, കോട്ടെ PWD ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറയേണ്ടതില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത നമ്മൾ പത്രത്തിൽ വായിക്കണം. ഇവിടെ അതുകൊണ്ട് കരയിൽ മീതെയുള്ള വണ്ടികളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അങ്ങനെ ഒരു സ്വപ്നമാണ് വിജയൻ സഖാവ് മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിലെ പോലെ സമതരപ്പിൽ ഓടുന്ന തീവണ്ടി. പാരീസിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് ബ്രസൽസിൽ, 3-ാമത്തെ മണിക്കൂറിൽ ആംസ്റ്റർഡാമിൽ എത്തുന്ന തീവണ്ടികൾ. അപ്പോൾ അതുപോലത്തെ ഒന്ന് കാസർഗോഡ് ആരംഭിക്കും. അത് പാലക്കാട്ട് വരുമ്പോൾ 2ാമത്തെ സ്റ്റോപ്പ്, കോഴിക്കോട്ട് 1ാമത്തെ സ്റ്റോപ്പ്, ഷൊർണൂരിൽ 2ാമത്തെ സ്റ്റോപ്പ്, തൃശ്ശൂർ 3ാമത്തെ സ്റ്റോപ്പ്, എറണാകുളത്ത് 4ാമത്തെ സ്റ്റോപ്പ്. അങ്ങനെ 6-7 സ്റ്റോപ്പുകൾ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തും. ബഹുമാനപ്പെട്ട ഗോവിന്ദൻ സഖാവ് സ്വപ്നം കണ്ട പോലെ കൂറ്റനാട്ടിൽ നിന്ന് കുറച്ച് അപ്പവുമായി ഒരാൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് എറണാകുളത്ത് കൊണ്ടുവന്ന് അത് കച്ചവടം ചെയ്ത് അതേ വണ്ടി തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഷൊർണൂരിൽ ഇറങ്ങിയിട്ട് കൂറ്റനാട്ടേക്ക് പോകാം. അപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ മധുര മനോഹരമായ ഒരു സ്വപ്നമായിരുന്നു റെയിൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാംസ്കാരിക നായകന്മാർ ഇതിനു വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി. റെയിലില്ലാത്ത കേരളം ഒരു കേരളമല്ല, വികസനത്തിന്റെ പുതിയ കുതിപ്പാണ് റെയിൽ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ അനുകൂലിക്കുന്ന കവികൾ കവിത വരെ എഴുതി. പക്ഷെ എന്ത് ചെയ്യാം, ഈ VD സതീശൻ അടക്കമുള്ള വികസന വിരോധികൾ അതിന് തുരങ്കം വെച്ച് റെയിൽ ഒരു നടക്കാത്ത സ്വപ്നമാക്കി മാറ്റിക്കളഞ്ഞു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയനും അത് അംഗീകരിച്ചു. മഞ്ഞക്കുറ്റി ഊരിക്കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഊരിയെടുത്ത മഞ്ഞക്കുറ്റികൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് തീരുമാനമായിട്ടില്ല. മിക്കവാറും UDF സർക്കാർ വരുമ്പോൾ അത് മുൻ സർക്കാരുകളുടെ ഒരു ബാക്കിപത്രമായിട്ട് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സതീശന് ആളും മഹാകുസൃതിക്കാരനും രസികനുമാണ്. ഇങ്ങനെയുള്ള ഒരു അവസരവും പുള്ളി വിട്ടുകളയുകയില്ല. അതുകൊണ്ട് ഈ മഞ്ഞക്കുറ്റി വിപ്ലവം കേരളത്തിൻ്റെ വികലമായ വികസന ചരിത്രത്തിലെ ഒരു ഏടായിട്ട് പ്രദർശിപ്പിക്കാനായിരിക്കും മൂപ്പർക്ക് താല്പര്യം എന്ന് ഞാൻ വിചാരിക്കും. എന്ന് വെച്ച് പിണറായി വിജയൻ ഈ അതിവേഗ റെയിൽ എന്ന ആശയം വിട്ടിട്ടില്ല. പുള്ളിയുടെ 3ാം സർക്കാർ ഉണ്ടാകുകയാണെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാതെ ആകാശപാത ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് പോലെ അനവധി തൂണുകൾ അതിനുവേണ്ടി കെട്ടിപ്പോവുകയും തൂണുകൾക്ക് മീതെ കൂടി തീവണ്ടി ചീറിപ്പാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു പുതിയ കേരളമാണ് വിജയൻ സഖാവും മരുമോൻ സഖാവും സ്വപ്നം കാണുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നം ഫലിക്കുമോ അതോ ഇതും ഒരു പേക്കിനാവായിട്ട് അവസാനിക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും 3ാം പിണറായി സർക്കാർ വന്നാൽ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ആകാശ തീവണ്ടി യാഥാർത്ഥ്യമാകും. അതില്ലെങ്കിൽ ആളുകൾ ഇത് ഒരു
നടക്കാത്ത സ്വപ്നമായിട്ട് പരിഹസിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മഞ്ഞക്കുറ്റി വിപ്ലവം അവസാനിച്ചതിലുള്ള ആശ്വാസം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത് സംഭവ്യമായിരുന്നെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ അതിനൊരു സ്റ്റോപ്പും വരികയായിരുന്നെങ്കിൽ സ്ഥിരമായിട്ട് കാസർഗോട്ടേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ഇതിൽ യാത്ര ചെയ്യാം എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സ്വപ്നം പൊരിഞ്ഞതിലുള്ള ദുഃഖവും കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.